ലവ് മാരേജ് ആയിരുന്നോ? ഓ ആണാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകൊണ്ട് നോക്കും അങ്ങനെ. കണ്ടിട്ട് നോക്കി ഒന്ന് കാണിക്കാവോ? കണ്ടാലോ മതി. അല്ലേ ഇന്ന് ഞാൻ ഇടിച്ചു കൊല്ലും ഞാൻ. ശരിക്കും ആരാ പ്രപ്പോസ് ചെയ്തത്? എന്തുവാ കുറെ നാളായിട്ട് ഞാൻ നിന്റെ പുറകില്ല, പറയണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുക. എനിക്ക് നിന്നെ ഒരുപാട് കുഞ്ഞു പൂക്കളിൽ പറന്നിറങ്ങും ശലഭമായി. അയൽപ്പക്കത്തെ വീട്ടിലെ പെണ്ണിനെ പ്രേമിച്ച് കെട്ടിയുള്ള ഒരു ഗുണം എന്താ? ഗുണം എന്ന് പറയുമ്പോ വലിയ ഗുണമില്ല. മോളെ കല്യാണം കഴിഞ്ഞ് തൊട്ടടുത്ത മാസം 28 ദിവസം കറക്റ്റ് ആയപ്പോ പ്രഗ്നന്റ് ആയി. പറയാനൊന്നും ഇല്ലായിരുന്നു. അന്നേരം പ്രഗ്നന്റ് ആയപ്പോ 9 വർഷം പറഞ്ഞു തീർത്തി ഞങ്ങള്. നമുക്ക് ഫാമിലി അല്ല, നമുക്ക് നാട്ടുകാരാണ് പ്രശ്നോടാ. ചുമ്മാ ഇങ്ങനെ ചോദിക്കും, എനിക്ക് തരാനൊക്കെ തന്നോ മോളെ. എപ്പോഴും ചോദിക്കോ? ഇപ്പം ചോദിക്കും. ഒരുപാട് കൂട്ടുകാർ എല്ലാരും ഉണ്ടായിരുന്നു. അല്ല ഇപ്പം സത്യം പറഞ്ഞാൽ ആരും ഇല്ല, പറക്കാനേ ഉള്ളൂ. കൊച്ചുനാൾ തൊട്ടേ കളിക്കാൻ എടുക്കാൻ എല്ലാം നടന്ന ആൾക്കാരാണ്. ഇപ്പം മിക്ക ആൾക്കാരും ഗൾഫില്ല. പോയിട്ട് വന്നാലും 1-2 പേര് കണ്ടാൽ ഇന്ത്യ എടുത്ത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേര്. നമ്മളിപ്പോ ഈ ന്യൂസും കാര്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയാ. ഞാനോ ഈ അണ്ണനോ വളർന്ന സാഹചര്യത്തിലല്ല ഞങ്ങൾ ഇവരെ ഇവര് ഞങ്ങൾ പിടിച്ചു വളർത്തുന്നത്. തുമ്മിസ് ഫാമിലീസ് ആണ് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഷാലിഹാൻ ഷാജഹാൻ ഫാമിലി, സ്വാഗതം. ഇത് നിങ്ങൾക്ക് എപ്പോഴും വേണമല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇവര് പറയൂ. ഞാനിവിടെ വന്നപ്പോ തന്നെ ഒരു വലിയൊരു ഫാൻസിനെ കണ്ടത്, പോകുന്ന വഴിയിൽ എല്ലാവരും വിളിച്ച് പറയാണ് ഇവിടുത്തെ കാര്യം. അത്രയധികം ഫാൻസ് നിങ്ങൾക്ക് ഉണ്ട്. ആൻഡ് 4 വർഷത്തിനിടെയാണ് ഈ ഒരു 11 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. എത്രത്തോളം സന്തോഷമുണ്ട്. ഇപ്പൊ കുട്ടി വ്ളോഗേഴ്സ് ആയിട്ട് ഇവർ 2 പേരുണ്ടല്ലോ. ഓൾറെഡി ഇവർക്കാണ് ഇപ്പൊ താല്പര്യം വ്ളോഗിങ് എടുക്കാനും ഒക്കെ. ഇവരാണോ? ചാനലുണ്ട്. പക്ഷെ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി, വളവളാ സംസാരിച്ചോളും. പിന്നെ നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ഇവരെ കൂടുതലായി പോയാൽ നമുക്ക് കമന്റ് ബോക്സ് ഓഫ് ആവും, കിഡ്സിന്റെ കാറ്റഗറി ആവും. അതുകൊണ്ടാണ് ഇവരെ കൂടുതൽ ആഡ് ചെയ്യാത്തത്. അന്നേരം കമന്റ്സും വരും, പൊന്നൂസിനെ മുണ്ടനെ സംസാരിപ്പിക്കാൻ സമ്മതിക്കിട്ട, അവര് സംസാരിക്കാൻ അവസരം കൊടുക്കും. ഞാനത് കൂടുതൽ നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാല് ഇവര് കൂടുതലായിട്ടുള്ള വ്ളോഗ് മൊത്തം യൂട്യൂബ് എപ്പോഴും കമന്റ് ബോക്സ് ഓഫ് ചെയ്യും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അധികം അങ്ങോട്ട് കൊടുക്കാത്തത്. പൊതുവെ പാരന്റ്സിന് എപ്പോഴും പഠിക്കുന്നല്ലേ പറയണേ. ഇപ്പത്തെ ജനറേഷനിൽ എല്ലാവരും യൂട്യൂബ് വ്ളോഗ്സ് ചെയ്യുന്നതായി ആ ഒരു ഏരിയയിലേക്ക് വന്നു തുടങ്ങി. നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യുന്നതാണോ പഠിക്കുന്നതാണോ സ്കൂളിൽ പോകുന്നതാണോ ഇഷ്ടം? 3 ഇഷ്ടാ. ഇവിടെ സ്കൂളിൽ പോകുന്നല്ലേ? എനിക്കൊന്ന് ഉമ്മാനെ പോലെയാന്ന് തോന്നുന്നല്ലേ? ആക്റ്റീവ് ആണ് 2 പേരും. ആക്റ്റീവാണ് 2 പേരും. അങ്ങനെ വിചാരിച്ചോ? ഇവള് ഡാൻസ് കളിക്കുന്നതാണോ? അണ്ണൻ പറയും എന്റെ അതേ കഴിവ് കിട്ടിയിട്ടുണ്ട്. അണ്ണ എന്തുവാ ഡാൻസിങ് വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. പണ്ട് നമ്മള് കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോഴേടാ മറ്റേ ടൂറിസ്റ്റ് ബസ്സിലല്ലേ പോണേ. അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ ആ ഡാൻസ് ആണോ ഉദ്ദേശിക്കുന്നത്? അണ്ണ അങ്ങനെ അതാണ് ഞാൻ ഡാൻസർ. അല്ല നമ്മളെ ആ കാലത്തൊക്കെ നമ്മുടെ അത്തായമ്മയൊക്കെ അപ്പൊ ആ കാലത്തൊക്കെ നമ്മളെ വിട്ടിരുന്നെങ്കിൽ നല്ല ഡാൻസർ ആയി മാറിയാനെ. സന്തോഷമുണ്ട്. നിങ്ങളിത് ലവ് മാരേജ് ആയിരുന്നോ? എങ്ങനെയാണ് ലവ് സ്റ്റോറി എന്ന് പറയാമോ? സ്റ്റോറി എന്ന് വെച്ചാ ഞങ്ങൾ ഒരേ നാടാ, അടുത്തടുത്ത വീട്, കൊച്ചിലേ പോലെ അറിയാം. ഞാൻ 10ലും 8ലും ഞാൻ 8ാം ക്ലാസ്സിൽ ഈ അണ്ണൻ 10ൽ പഠിക്കുമ്പോ അന്നേ തുടങ്ങിയാണ്. 8-9 വർഷം കല്യാണമൊക്കെ കഴിഞ്ഞതൊക്കെ. കല്യാണം കഴിഞ്ഞ് പിന്നെ ഉറപ്പിച്ച് 2.5 വർഷം ഉറപ്പിച്ച് വളയിട്ട് വെച്ച് അണ്ണ സൗദിയിൽ പോയി. പിന്നെ കല്യാണം ഇപ്പൊ 10 വർഷം ആവുന്നു. ഈ ശരിക്കും ആരാ പ്രപ്പോസ് ചെയ്തത്? ഇത് ആ പ്രപ്പോസ് ഓർമ്മയുണ്ടോ? എന്തുവാ ഒന്ന് ഇപ്പൊ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം. ഇവരോട് കഥകൾ പറയാറുണ്ടോ? എന്നും രാത്രി കാരണം ഇവര് എല്ലാം അറിഞ്ഞിരിക്കണം നമ്മളെ. കാരണം വെച്ചാല് ഇന്നിങ്ങനെ അപ്പൊ കാരണം വെച്ചാല് നമ്മള് പൊന്നൂസിനോട് പറയും, നമ്മളിപ്പോ ഈ ന്യൂസും കാര്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയാ. ഞാനോ ഈ അണ്ണനോ വളർന്ന സാഹചര്യത്തിലല്ല ഞങ്ങൾ ഇവരെ ഇവര് ഞങ്ങൾ പിടിച്ചു വളർത്തുന്നത്. പ്രേമം തോന്നിയ കാര്യം പ്രേമം തോന്നിയ ഞാൻ പറഞ്ഞില്ല, എന്റെ ഒരു കൂട്ടുകാരന് വേറെ ഇതുണ്ടായിരുന്നു. അവന് കമ്പനിയായിട്ട് ഞാൻ പോവായിരുന്നു. ഒരു ദിവസം ആണ്ട് ഞാൻ സ്കൂളിലോട്ട് അങ്ങോട്ട് കയറി പോയപ്പോ ഒരു റോസാപ്പൂ കണ്ട് അവിടെ താഴെ വീണ് കിടന്നു. അത് എന്തോ ഒരു ബൊക്കേന്ന് എവിടെ നിന്നാണ്ട് വീണയാന്ന് തോന്നുന്നു. അതായത് എന്റെ കൂട്ടുകാരന്റെ ഇടയിൽ ഒരു ബ്രോക്കർ കാണുമല്ലോ,
നമ്മുടെ അവന്റെ അടുത്ത് നാട്ടിലുള്ള ഒരു കൊടുത്തിട്ട് ചെറുക്കൻ. ഞാൻ പറഞ്ഞ് കൊണ്ട് കൊടുക്കാൻ ചുമ്മാ തമാശക്ക്. എന്നാലും അത്രയും ആളുകളുണ്ടാകുമ്പോ പുള്ളിക്കാരിക്ക് മാത്രം എന്താ കൊടുത്തത്? ആ എന്നും കാണുന്നതാണ് അങ്ങനെ ഒരു അല്ല ചുമ്മാ തമാശ തമാശക്ക് ചെയ്തയാ. ശരിക്കും തമാശ കൊടുത്ത് സീരിയസ് ആയി മാറിയതാണ്. അങ്ങനെ തമാശക്ക് കൊടുത്ത് പിന്നീട് കണ്ട് പിന്നെ ഇവന്റെ കൂടെ പോകുമ്പോ ചുമ്മാ നോക്കും, എന്നും നോക്കും, സ്കൂളിൽ കയറ്റി വിടും, ഇറങ്ങി വരും, എന്നിട്ട് കൂടെ ട്യൂഷൻ കഴിഞ്ഞ് വരുന്നവരെ പിന്നെ കാത്തിരിക്കും. അന്ന് ഫോണൊന്നും ഇല്ലല്ലോ. ഇല്ല. ജീപ്പിലും ബസ്സിലും ഒക്കെ ഒരുമിച്ച് പിന്നെ കുറച്ച് നാള് ഒരു വർഷത്തോളം കണ്ണുകൾ കൊണ്ടുള്ള പ്രണയമായിരുന്നു. അതായത് ചുമ്മാ നോക്കും. നോട്ടം. പിന്നെ അല്ല അവസാനം അവനെ പറഞ്ഞു വിട്ടായിരുന്നു ഇടയ്ക്ക് ഇഷ്ടമാന്ന്. എല്ലാരും വന്ന് പറയാൻ തുടങ്ങി, നാട്ടിലുള്ള കൊച്ചിറക്കന്മാര്, നമ്മുടെ കൂടെ പഠിക്കുന്നവര്, വേണ്ടേ ഷാജഹാൻ ഇഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനെന്താ വേണം, നേരിട്ട് വന്ന് പറയാന്ന് ഒരു ദിവസം പറഞ്ഞു. പിന്നെ അന്ന് കേറി വന്ന് പറഞ്ഞു. ഒരാളെ പുറകെ നടക്കുമ്പോ നമുക്ക് അറിയാലോ അതെ. ഇഷ്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകൊണ്ട് നോക്കും. ആ ഒരു കണ്ണുകൊണ്ട് നോക്കി ഒന്ന് കാണിക്കാവോ? ഇപ്പൊ ഇന്ന് ഞാൻ ഇടിച്ചു കൊല്ലും. നോക്കിയോ, ഒന്ന് നോക്കൂ. എങ്ങനെയൊക്കെ കണ്ടാലും മതി. ഒന്ന് റിട്ടേക്കോ. ഞാൻ അതെ പിള്ളേര് പറയുന്നു, കാണുന്നു നിങ്ങൾക്ക് കണ്ണു കണ്ട് നോക്കിയത്. ആ ഇപ്പൊ അവർക്കറിയാം. ഒരു സ്നേഹം ഞങ്ങള് ഇപ്പഴറിഞ്ഞ ഈ അമ്മ അത്തായെ മുത്തേന്ന കളിക്കുന്നേ, അത്തായി അമ്മയെ മുത്തേന്ന ആണോ? ചിലപ്പോഴൊക്കെ അത്തായി പിന്നെ പൊന്നേന്നും വിളിക്കും. സ്നേഹം കൂടുമ്പോ പിന്നെ ചില സമയം ഡി ഡാ ഇങ്ങനെ വിളിക്കുന്നത്. ചില സമയം ഈ ഇപ്പോഴൊക്കെ ചിലപ്പോ ഈ കടയിൽ ഫോണിൽ കൂടെ ആയാലും ഇത്രയും വർഷം സംസാരിച്ചൊരു ശീലമുണ്ട്. ഈ എണ്ണ എന്തോ ഉണ്ടെങ്കിൽ ഇടി മുത്ത ഇന്ന പോലെ കാര്യമൊന്നും ഇങ്ങനെ പറയാം. അപ്പൊ ഞാൻ അയ്യോ എന്തോ ചെയ്യും ഇടി മുത്ത ഇങ്ങനെ സംസാരിക്കും നമ്മള്. അപ്പൊ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അല്ലെ ഇപ്പൊ ഒരു കല്യാണം അല്ലെ നമ്മുടെ ബന്ധുക്കാരൊക്കെ അറിയാതെ അത് വെളി വരും. മനഃപൂർവ്വം അല്ല, അറിയാതെ നമ്മൾ ഇത്രയും വർഷത്തെ ശീലമല്ലേ. അയ്യോ എടി ഇങ്ങോട്ട് വാടി ഇങ്ങനെ പറയുമ്പോ ഈ എണ്ണ ഇങ്ങനെ നോക്കും. എന്നോട് പറയാം ആൾക്കാർ എനിക്ക് എടി എടീന്ന് വിളിക്കരുത് പക്ഷേ ഞാൻ അന്നേരം പറയും ചിലപ്പോ ഈ സൂപ്പർ അത് മാർക്കറ്റ് വരുന്നതാ. പിന്നെ ഇതുപോലെ ചിലപ്പോ നമ്മളെ കൂടെ ആൾക്കാര് വരും, ഈ ജോലി ചെയ്യുന്ന സാധനങ്ങൾ ആൾക്കാര് എടുത്ത് തരാം. എന്തൊക്കെയാ വേണ്ടേ. അപ്പൊ ഇവള് എടി ഇടി അതെടി അതെടി എന്ന് പറയുമ്പോ ഇവരെന്നെ ഇങ്ങനെ നോക്കും. എനിക്കാണെങ്കിൽ ഞാൻ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ പ്രേമിച്ചാണല്ലോ കല്യാണം കഴിക്കണേ. കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു മാറ്റം. ഇവര് അന്ന് ഇച്ചിരി ഉള്ളായിരുന്നു, ഇപ്പൊ കൂടുതലാണ്. അന്ന് ഇച്ചിരി ഇത്ര വലുതല്ലോ. കറക്റ്റ്. ഞങ്ങളുടെ ഫോട്ടോ കണ്ടിട്ട് പറയാം അന്ന് അത്ത ഇച്ചിരി വണ്ണയുള്ളത് ഇത്തപ്പ അത്ത തടിയല്ല, അമ്മായിക്കും തടിയാ ഇങ്ങനെ പറയും. എന്നാലും മാറ്റം എന്ന് വെച്ചാൽ ഇച്ചിരി മടി അങ്ങനെയൊക്കെ. അതെന്താ വെച്ചാൽ ഈ അണ്ണന്റെ മൈൻഡ് വെച്ചാൽ എപ്പോഴും പുറത്തു പോവുകയും കറങ്ങി അങ്ങനെ ജോലി ടൈപ്പ് ചെയ്യണേ. അന്നേരം പണ്ടൊക്കെ ഞാൻ എപ്പോഴും റെഡിയാ പോവാൻ. ഇപ്പം പറയുമ്പോ ഞാൻ ഭയങ്കര സ്കൂളിലൊക്കെ കൊണ്ടാക്കുമ്പോ അത്തടുത്ത് പറയും എന്തുവാ കൊണ്ടുവിടുന്നാ പറയുന്നത്. ഇപ്പൊ നമുക്ക് ലൈവായിട്ട് ആരാണ് ഉപ്പ ഉമ്മനെ പ്രപ്പോസ് ചെയ്യും. അല്ല ഉമ്മയാണോ അണ്ണൻ പ്രപ്പോസ് ചെയ്യും. എന്തുകൊണ്ടേ അതാകുമ്പോ ചുമ്മാ ഇന്നാ മതിയല്ലോ. നീ അങ്ങ് പറഞ്ഞ മതിയായി. അന്ന് ഞാനെന്ത് കഷ്ടപ്പെട്ട് പറഞ്ഞേ. നിങ്ങളാണ് പ്രപ്പോസ് ഇഷ്ടമായെന്ന് പറയണ്ടേ? റെഡി അല്ലേ? അപ്പൊ ഉപ്പ തുടങ്ങിക്കോളൂ. അപ്പം നിങ്ങൾ രണ്ടുപേരും അടുത്തോട്ട് നീങ്ങിയിരുന്നു. പിള്ളേര് സൂപ്പർ ആട്ടോ. ചെയ്യും നീ. നമ്മളിതൊക്കെ പറയുന്ന തന്നെ വലിയ പാടാ. കൊറേ നാളായിട്ട് പറയണം എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തു. അപ്പൊ തിരിച്ച് നീ സംസാരിച്ചാ വേണമെങ്കിൽ എന്തോ കാര്യം എന്തെങ്കിലും ഒന്ന് കൊടുക്കും, ഇങ്ങനെ ചിരിക്കാതെ. എനിക്ക് ഒന്നുമില്ല. അല്ല നീ പറ എന്തോ പറയാനുള്ളതെന്ന് പറ. അല്ലയോ എനിക്കോ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയെന്ന് ആലോചിക്കുന്നു. അബദ്ധോ? അണ്ണ കൈയൊക്കെ കെട്ടിന്നില്ലേ? ഞാൻ ഇങ്ങനെയായിരുന്നു കൈ കെട്ടി നിന്നത്. ശരി, ഞാൻ ബസ് സ്റ്റാൻഡിൽ ഞാൻ ഇങ്ങനെ യൂണിഫോം ഒക്കെ ഇട്ട് കൈ കെട്ടി നിൽക്കുക. അണ്ണ അന്നേരം നീല പാന്റും വെള്ള ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ വന്ന് കൈ കുറച്ച് മുട്ടായി ഒക്കെ ഉണ്ട്. ഞാൻ നസീമിനോട് ഒരു കാര്യം പറഞ്ഞു വിട്ടായിരുന്നു, എനിക്കിഷ്ടമാണ് സാരി. ആ മുട്ടായി എല്ലാം കൂടെ ആണ്ട് ഇവിടോട്ട് വെച്ച് എന്നിട്ടൊരു പോക്കം പോയി. നിങ്ങൾക്ക് ഇഷ്ടമായി പ്രപ്പോസല്? ഇങ്ങനെ മക്കളെ പ്രപ്പോസ് ചെയ്തത് അല്ല, അമ്മ സ്വന്തം രീതിയിൽ. അതല്ല, നമുക്കൊരു ടെൻഷൻ കാണുമല്ലോ. അതെ ഞാൻ അടിക്കുവോ? എന്ത് ടെൻഷൻ ഇല്ലല്ലോ. കല്യാണം കഴിഞ്ഞ് 10 വർഷമായി. സത്യം പറഞ്ഞാ നമ്മളിപ്പം ഒരുപാട് പേരെ സ്നേഹിക്കുമ്പോ അങ്ങനെയല്ല, കോഴിത്തരം കാണിക്കുന്ന ആൾക്കാർക്ക് ധൈര്യം കാണും പോയിട്ട് ഭയങ്കര സ്റ്റൈലിൽ പോയി പറയാൻ. നമുക്കൊരു പെണ്ണിനോട് പോയി പറയുമ്പോ നമുക്ക് അതിന്റെ ധൈര്യം കാണത്തില്ലല്ലോ. 10 വർഷമില്ല, ഇനി ധൈര്യത്തിന്റെ കുറവ്. അവളെ 13 എന്റെ 15. പ്രപ്പോസൽ ചെയ്യോ? ഞാൻ കാണാൻ വേണ്ടിട്ട് അണ്ണ ഇവിടെ കിടന്ന് കാണിക്കുന്നൊക്കെ ഇവരും. കൊറേ നാളായിട്ട് ഞാൻ നിന്റെ പുറകില്ല. പറയണമെന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുക.
എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. I love you. ഞാൻ മാത്രം നോക്കി അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? അയൽപ്പക്കത്തെ വീട്ടിലെ പെണ്ണിനെ പ്രേമിച്ച് കിട്ടിയുള്ള ഒരു ഗുണം എന്താ? ഗുണം എന്ന് പറയുമ്പോ വലിയ ഗുണമില്ല. 9 വർഷം സ്നേഹിച്ച് ഇപ്പൊ 10 വർഷമായിരുന്നു. ഇതുവരെ നമ്മൾ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അത് തന്നെ വലിയൊരു ഗുണമല്ല. സാധാരണ ലവ് മാരേജ് ഒക്കെ ചെയ്ത പകുതി വെച്ച് അടിച്ചൊക്കെ എപ്പോഴും വണ്ടി വിളിച്ച് എങ്ങും ദൂരോട്ട് പോകണ്ട അങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ട്. അല്ല, ഞങ്ങള് എപ്പോഴും പ്രണയിക്കുമല്ല, ഇടയിൽ അടിയും വഴക്കൊക്കെ ഉണ്ട്. ഇന്നലെ 2 ദിവസത്തിന് ഞാൻ മിണ്ടാതിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ കാര്യം, കാരണം ഞാൻ അവളെ ഒന്ന് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു. പോടാ, അതേ ദിവസം ചെറിയ കാരണമായിരിക്കും ചിലപ്പോ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ചിലപ്പോ പെട്ടെന്ന് ഷൗട്ട് ചെയ്യും, ദേഷ്യം വരും. ഞാൻ കാണുന്ന പോലെ അല്ല. നിസ്സാര കാര്യമാ. ഇപ്പൊ ഒരു പ്രൊമോഷൻ വീഡിയോയിൽ ഒരാള് മെസ്സേജ് അയച്ചു. അപ്പഴത്തേക്കും ഞാൻ പറഞ്ഞു, അണ്ണേ ദാണ്ട് ആ പെണ്ണ് മെസ്സേജ് അയച്ചേക്കാം. അപ്പൊ അണ്ണൻ പുതിയ വീട്ടിൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന സമയമാ. അപ്പൊ അണ്ണൻ പറഞ്ഞു, എനിക്കിപ്പോ വയ്യ. ഞാൻ ആ ഫോൺ എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് മിണ്ടാ പോയി റൂമിൽ കയറി കിടന്നു. അന്നത്തെ ദിവസം ഞാൻ പിന്നെ അമ്മ അല്ല ആദ്യം നോക്കി പറഞ്ഞ പോയി പറഞ്ഞേ. അപ്പൊ അമ്മ പറഞ്ഞ സൗകര്യമില്ലെന്ന്. പിന്നെ അമ്മ എന്തോ പോയി പറഞ്ഞപ്പോ സൗകര്യമില്ല. അമ്മ വായി കൂട്ടിട്ട് പോയി. അല്ല, ഞങ്ങൾ രണ്ടും മിണ്ടായിരുന്ന ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാവൂല. കാരണം അത്രയും ഇവിടെ അലപ്പും ബഹളവും ഒക്കെ നടന്നിട്ട് പെട്ടെന്ന് വീട് സൈലന്റ് ആവും. ഞാൻ അവിടെ കിടക്കും, അണ്ണൻ ഈ സെറ്റിയിൽ ഇവിടെ കിടക്കും. വഴക്കിട്ട് കഴിഞ്ഞാൽ അത്ത തന്നെ പോയി സോറി പറയും. എന്നാലും അമ്മ അത് കേക്കത്തില്ല. എനിക്ക് സോറി ഇവൻ പറയും, അത്ത എന്തിനകത്ത നാണം കിടാൻ നിൽക്കുന്നത്, അമ്മ മിണ്ടത്തില്ല. ഇവര് രണ്ടുപേരും അടുത്തിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവും ഇവര് കൂട്ടിട്ടിരുന്നു. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചു. ഇവൻ പറയും അണ്ണൻ വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുമ്പോ, ഓ ഇനി എന്തൊക്കെ കാണണം, എപ്പോഴും ഇനി പ്രേമമായിരിക്കും, നിങ്ങൾ വഴക്കിട്. ഇവൻ ആരാ സാധനം. ഞങ്ങള് സ്നേഹിച്ച സമയത്ത് ഇടയ്ക്കൊക്കെ ഇപ്പൊ 8-9 വർഷം ഉണ്ടെങ്കിൽ എനിക്ക് അറിയത്തില്ല. അടുപ്പിച്ചുള്ള സമയങ്ങൾ അങ്ങനെ മൊബൈൽ വന്നത് തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് +2 ആ സമയത്ത് ഒരു 1600 മൊബൈലാണ് അത്ത ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നത്. അന്ന് ഈ ടൈപ്പ് മെസ്സേജ് അല്ലേ ഉള്ളു. അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളു. പിന്നെ ഇവളെ കയ്യിൽ ഫോണും ഇല്ലായിരുന്നു. ഒരു അത്താടെ ഫോണിൽ കൂടെ ഒക്കെയാ നമ്മൾ മെസ്സേജ് അയക്കുന്നത് എന്തുവാ, മൊത്തം പ്ലെയിൻ മെസ്സേജ് അയക്കുന്നത് കൂടുതൽ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഇടയ്ക്ക് വഴക്കുണ്ടാവും, പിന്നെ മിണ്ടത്തില്ല. കുറച്ച് ചിലപ്പോ 2, 3, 4 മാസമൊക്കെ നീണ്ടുപോകും. ഞാൻ അണ്ണന്റെ ഫോൺ എടുക്കത്തില്ല. അണ്ണൻ ചിലപ്പോ മിസ് കോൾ അടിക്കുന്ന, അത്താടെ ഫോണിൽ മിസ് കോൾ അടിച്ച് തിരിച്ച് മിസ് കോൾ അടിച്ചാലേ വിളിക്കും. ഞാൻ ചിലപ്പോ മിസ് കോൾ നിനക്കറിയത്തില്ലല്ലോ വിധിച്ചത് ഇവളെയാ, അതുകൊണ്ട് ഇവിടം വരെ എത്തി. വിഷമമുണ്ടോ അതിന്? വിഷമത്തോടൊക്കെ ഞങ്ങൾ ഹാപ്പി ആയിട്ടല്ലേ ജീവിക്കുന്നത്. എന്തോടാ അല്ല, വിഷമത്തോടൊക്കെ പറയുന്നത് വിഷമങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോ എല്ലാം കേട്ടായിരുന്നു പറഞ്ഞത്. ഇനിയിപ്പോ ഞാൻ നാട്ടുകാരത്ത് പറഞ്ഞ് ഞാൻ വെറുതെ നടിക്കുന്നില്ല. ഈ കല്യാണം കഴിഞ്ഞിട്ട് മക്കൾ ഉണ്ടാവുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതിനുശേഷം നിങ്ങൾ വന്നൊരു മാറ്റം എന്താ? കുട്ടികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്? ഈ മോളെ കല്യാണം കഴിഞ്ഞ് തൊട്ടടുത്ത മാസം 28 ദിവസം കറക്റ്റ് ആയപ്പോ പ്രഗ്നന്റ് ആയി. പറയാനൊന്നും ഇല്ലായിരുന്നു. അന്നേരം പ്രഗ്നന്റ് ആയപ്പോ 9 വർഷം പറഞ്ഞു തീർത്തി ഞങ്ങള്. അപ്പൊ ആ 23 വയസ്സേ ഉള്ളായിരുന്നു പുള്ളിക്ക്, എനിക്ക് 21 വയസ്സും. 2 വയസ്സ് വ്യത്യാസമേ ഉള്ളു. അപ്പൊ ആ സമയത്തെന്ന് വെച്ചാല് അണ്ണൻ ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളി, അങ്ങനെ പാറിപ്പറന്ന് നടക്കുന്ന ഒരു ഈ കൊച്ചിലെ മൂലം അങ്ങനെ നടന്നൊരു ശീലമാണ്. അപ്പൊ കല്യാണം കഴിയുമ്പോഴും അണ്ണൻ രാവിലെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പൊ പ്രഗ്നന്റ് ആയപ്പോ എപ്പോഴും ഛർദില്, വയറുവേദന, ആശുപത്രി കൊണ്ടുപോകും, ട്രിപ്പ് ഇടും. അങ്ങനെ ആയപ്പോ ഫുൾ ടൈം എൻ്റെ കൂടെ ആയി. അപ്പൊ അത് കഴിഞ്ഞാണ് സത്യം പറഞ്ഞാല് എന്തോ ഒരു വ്യത്യാസം വന്നു തുടങ്ങി. നമുക്ക് എന്തൊക്കെയോ ഫാമിലി ലൈഫിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാവാൻ തുടങ്ങി. അണ്ണൻ അങ്ങനെ ആ സമയം നോയമ്പായിരുന്നു. അപ്പം എനിക്ക് നോയമ്പ് പിടിക്കാൻ പറ്റത്തില്ല. അപ്പം പുള്ളി നോമ്പ് പിടിച്ചിട്ട് എൻ്റെ കൂടെ തന്നെ ഇരിക്കും. രാത്രി വരെയും അവിടെ കിടന്ന് ഉറങ്ങും, കാരണം എങ്ങും പോത്തില്ല. പിന്നെ വൈകുന്നേരം എന്നെയും പിടിച്ചിരുത്തി നോമ്പ് മുറിക്കും. അങ്ങനെ ഞങ്ങൾ ഫുൾ ടൈം ഒരുമിച്ചായിരുന്നു. കൊച്ചുണ്ടായപ്പോഴും ചേട്ടൻ ഉണ്ടായിരുന്നില്ലേ? ഇല്ല. മോന്റെ ഡെലിവറിക്ക് അണ്ണൻ 2 മാസം ലീവിന് വന്നു. അതായത് ഇവളെ 1ാമത്തെ ബർത്ത്ഡേക്ക് ഞാൻ വന്ന് പോയി 6 മാസം ലീവിന് വന്നേ. പോയപ്പോ അടുത്ത അത് കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞ് ഇവന്റെ
ഡെലിവറിക്ക് ഞാൻ വന്നിട്ടുണ്ട് ഇവനെ എന്റെ കയ്യിലാണ് കൊണ്ട് തന്നത്. ഞങ്ങളുടെ തൊട്ട് കൊടുത്തത് ഞാനാ. ഞങ്ങളുടെ ഒരു ബന്ധു ഒരു അനിയത്തിയുണ്ട്. അനിയത്തി അപ്പൊ ഇവരെ അടുപ്പിച്ചടുപ്പിച്ച് വലിയ വ്യത്യാസമില്ലല്ലേ, ട്വിങ്സ് പോലെ ആയിപ്പോയി. അപ്പൊ അണ്ണ ഈ കൂടുതൽ നാൾ ഇവിടെ നിൽക്കാതിരിക്കുന്നത് നല്ലത്, അണ്ണ ഞങ്ങൾ പൊക്കോ. എന്നിട്ട് നമ്മള് സിസേറിയൻ ആയിരുന്നു രണ്ടു. അപ്പൊ നിർത്തിയപ്പം അവള് പറയും നിർത്തിയില്ലായിരുന്നെങ്കിൽ ഓരോ വർഷം ലീവിന് വരുമ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ആയിക്കൊണ്ടിരിക്കും. അവസാനം ഞാൻ നോക്കണ്ടേ, ഒന്നുകൂടെ വേണമെന്ന് ഇപ്പൊ ഒരു ആഗ്രഹം. ഒരു മോളും കൂടെ വേണം. പക്ഷെ ഇവൻ സമ്മതിക്കത്തില്ല. അതെന്താ, ഒരു അനിയനോ അനിയത്തി വേണ്ടേ? അത് വേണ്ട, കാര്യം കാരണം എന്താ പോലെ പുതിയൊരാള് വന്ന അതായിരിക്കുമല്ലോ. എന്നൊരിത്. അതായത് ഇപ്പൊ ഇവൻ എന്റെ കൂടെ കിടക്കണം, എന്റെ കയ്യിലാ കിടക്കണേ, അങ്ങനൊക്കെയുള്ള കാര്യങ്ങൾ മാറിപ്പോവും എന്നുള്ളൊരു ചിന്തയായി കൊച്ചു പ്രായത്തിലെ. അതുകൊണ്ട് നമ്മൾ വേറെ കുഞ്ഞിന്റെ കാര്യം പറയുമ്പോഴേ ഇവിടെ കിടന്ന് നിലവിളിക്കുകയും ബഹളം വെക്കുകയൊക്കെ ചെയ്യും. വേണ്ട വേണ്ട. അതല്ല, നമ്മളിപ്പോ കാറിൽ പോകുമ്പോ തന്നെ ഇവ കാറിൽ കയറി AC അടിച്ചു കഴിഞ്ഞാൽ മടി കിടന്ന ഉറങ്ങുന്നത്. അപ്പൊ ഇവള് ഓടി വരും. അപ്പൊ രണ്ടുപേരും കൂടെ വെക്കാൻ ഒക്കത്തില്ലല്ലോ. അപ്പൊ ഇവള് പുറകെ സീറ്റിലോട്ട് സൈഡിൽ കിടത്തും. അപ്പൊ ഇവന്റെ ചിന്താഗതി പുതിയൊരാള് വന്നു കഴിഞ്ഞാൽ ഇവനും ബാക്കിൽ പോയതുപോലെ ബാക്കിൽ പോണ്ട വരും. അടുത്ത് ഞാനാണല്ലോ. പക്ഷെ എനിക്കൊരു കുഞ്ഞായിരുന്നു. ഇവക്ക് ഭയങ്കര ആഗ്രഹം, കുഞ്ഞുസിന് ഭയങ്കര ആഗ്രഹം കളിപ്പിക്കാനും. നമ്മളിപ്പോ വേറെ ഒരു കുഞ്ഞിനെ കണ്ടാലും ഉടനെ അതിന്റെ അടുത്ത് പറയാം അമ്മ അതിനൊന്ന് എടുക്കണമെന്ന് ചോദിക്കും. ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഈ വ്ളോഗ്സ് കാണുമ്പോൾ റിയൽ വ്ളോഗ്സ് പോലെ ആയിരിക്കില്ല നമ്മൾ ശരിക്കും ലൈഫിലേക്ക് വരുമ്പോ വിചാരിച്ചിട്ടുണ്ട്. റിയൽ ഉണ്ടല്ലോ, പക്ഷെ നിങ്ങൾ കറക്റ്റ് ഇതുപോലൊക്കെ തന്നെ വ്ളോഗിലും കാണണം. അങ്ങനെ ഒരു അതെന്താ വെച്ചാലേടാ, നമ്മളിപ്പം ഒരു കാര്യം ചെയ്ത് ഒരു അഭിനയിക്കുവാണെന്ന് വിചാരിച്ചോ, ആ അഭിനയം എത്ര നാളും നമുക്ക് നിലനിർത്താൻ ഒക്കത്തില്ല. ഒരു വട്ടം നമ്മുടെ റിയല് പുറത്ത് വരും. അതിപ്പോ സംസാരമായാലും നമ്മുടെ ഒരു ശൈലി ആയാലും അത് ഓട്ടോമാറ്റിക്കലി കുറെ നാൾ കഴിയുമ്പോൾ വരും. നമ്മളുടെ ഉള്ളിലെ നമ്മൾ പുറത്ത് വരും. അപ്പൊ പിന്നെ അതിന് വെറുതെ നിൽക്കുന്നതിലും നല്ലത് നമ്മൾ റിയൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയും സാധാ രീതിയും പറഞ്ഞപ്പോഴും ഈ പെങ്ങളെന്തോ ഞങ്ങൾക്ക് ചോദിക്കും, ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അത് ഞങ്ങൾക്ക് മനസ്സിൽ ഒന്ന് മറക്കാനൊന്നുമില്ല. എന്നോട് ചോദിച്ചു എന്തായിരിക്കും ചോദിക്കുന്നത്, ഞാൻ പിന്നെ എന്ത് ചോദിച്ചാലും അങ്ങ് പറഞ്ഞു. ശരിക്കും പൊന്നിനെ അല്ല പെണ്ണിനെ സ്നേഹിച്ച ആളാന്ന് പറഞ്ഞ റിയൽ ലൈഫില് കാണിച്ചൊരു ഹീറോ കൂടിയാണ് സത്യത്തില്. അതിലിപ്പോ ഭയങ്കര പ്രൗഡാണ്. കാരണം കൊല്ലത്ത് ഇവിടുത്തെ ഒരു സംസ്കാരം വെച്ചിട്ട് അന്നത്തെ കാലത്ത് അന്നതൊരു ഭൂകമ്പമൊക്കെ ആയിരുന്നു. പക്ഷെ അതിനെ കുറിച്ച് അവർ പലവർക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമായോണ്ട് നമുക്ക് ഫാമിലി അല്ല, നമുക്ക് നാട്ടുകാരാണ് പ്രശ്നോടാ. നമ്മളിപ്പം ഒരു അടുത്ത് പോയാലും ചുമ്മാ ഇങ്ങനെ ചോദിക്കും എനിക്ക് തരാനൊക്കെ തന്നോളെ. ഇപ്പം ചോദിക്കും. പക്ഷെ അന്നേരം ഞാൻ പറയും എനിക്കെല്ലാം തന്നെന്ന് ധൈര്യമായിട്ട് പറയും. പക്ഷെ ആ സമയത്തൊക്കെ നമ്മളെ ചിലപ്പം അവർ വിചാരിക്കും കൊടുത്ത് കാണത്തില്ല എന്ന് കരുതി നമ്മളെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. നിനക്ക് എന്തോ തന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. അപ്പോ നമുക്ക് ആ സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു. ഭയങ്കര എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമം. ഇപ്പൊ ചോദിച്ചില്ലേ നീ, നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ പ്രഗ്നന്റ് ആയപ്പോഴാണ് ഏറ്റവും കൂടുതൽ വിഷമിച്ച ആ ടൈം. കാരണം നമുക്ക് പിറ്റേ മാസം നമ്മൾ പ്രഗ്നന്റ് ആയി. അന്നേരം കല്യാണത്തിന്റെ ചൂട് ഇങ്ങോട്ട് മാറിയിട്ടില്ല. അപ്പൊ ആ ഒരു ടൈമില് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഇപ്പം പഠിച്ചത് സഹായിച്ച് നല്ല സന്തോഷം. ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നും അല്ല. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ പഴയ കഥകളല്ല. ഇപ്പൊ നമ്മളിപ്പോ ചിലവരുടെ ഇടയിലുള്ള ചിന്താഗതി എന്ന് വെച്ചാൽ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം, മനസ്സിലായില്ല. അതായത് നമ്മുടെ ഇടയില് ചില കുടുംബ അടുത്തറിയാവുന്ന ആൾക്കാർ നാട്ടുകാരും ഉണ്ട്, എല്ലാരും ഉണ്ട്. ചിലപ്പം ഇപ്പൊ കാണാൻ വലുതായിട്ട് മിണ്ടെടുപ്പൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ അവര് വലിയ ആൾക്കാരായി. പക്ഷെ നമ്മളെന്നും നമ്മൾ അങ്ങോട്ട് ചിരിച്ചാലും ചിലവർക്ക് അങ്ങോട്ട് ഭയങ്കര ചിരിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തുവാണെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ അണ്ണ എന്നോട് വന്ന് വിഷമം പറയും, ഇപ്പൊ അവൻ എന്നെ കണ്ടാൽ മിണ്ടുന്നില്ല, എനിക്കറിയത്തില്ല എന്തുവാണെന്ന്. അപ്പം ഞാൻ പറയും അണ്ണേ നമ്മള് തെറ്റൊന്നും ചെയ്തിട്ടില്ല, പടച്ച സഹായിച്ച് ആരും ഇതുവരെ ഒരു വാക്കുകൊണ്ട് പോലും വിഷമിച്ചിട്ട്. അതുകൊണ്ട് നമുക്ക് നല്ലതേ കളഞ്ഞേറെ. ഒരുപാട് കൂട്ടുകാർ എല്ലാരും ഉണ്ടായിരുന്നു. അല്ല ഇപ്പം സത്യം പറഞ്ഞാൽ ആരും ഇല്ല, പറക്കാനേ ഉള്ളൂ. കൊച്ചുനാൾ തൊട്ടേ കളിക്കാനും എടുക്കാനും എല്ലാം നടന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പം ഈ നിലയിൽ നിൽക്കുമ്പം നമുക്ക് ഒന്നോ രണ്ടോ ആൾക്കാർ ഇപ്പം ലീവിന് ഗൾഫ്, ഞാൻ പ്രവാസിയായിരുന്നു. ഇപ്പം മിക്ക ആൾക്കാരും ഗൾഫില്ല. പോയിട്ട് വന്നാലും ഒന്നോ രണ്ടോ പേര് കണ്ടാൽ മിണ്ടിയെ എടുത്ത്, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരും. പക്ഷെ ആ ഒരു ഫാമിലി ബോണ്ടാണ് വേണ്ടത്. ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ഫാമിലിയാണ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പം ഞങ്ങൾ തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പണക്കം ഉണ്ടായാൽ പോലും ഇടയിലുള്ള ആ വിഷമത്തിന്റെ ഇടയ്ക്ക് സന്തോഷിക്കാൻ ഇവർ രണ്ടുപേരും മക്കളാണ്. ഈ വ്ളോഗ്സ് ഒക്കെ ചെയ്തിട്ട് സ്കൂളിൽ എന്താ പറയണേ? രണ്ടുപേരും സ്കൂളിലൊക്കെ പോയിട്ട് ഫാൻസ് ആണോ സ്കൂളിൽ നിറച്ച് ഫ്രണ്ട്സ് ഒക്കെ? ഞങ്ങളുടെ വീഡിയോ കാണുന്നവരെല്ലാരും ആണ് ഞങ്ങളുടെ സ്കൂളിലുള്ള. പിന്നെ എന്റെ അംഗൻവാടിയിൽ പഠിച്ചവരും ഉണ്ട്. എന്റെ 3rd P ക്ലാസ് മുഴുവൻ എന്റെ ഈ യൂട്യൂബ് കാണുന്നവരെ, എന്റെ യൂട്യൂബ് എപ്പോഴും
എന്റെ അടുത്ത് വന്ന് ചോദിക്കും, എടി നിന്റെ അമ്മ ഇന്ന് ലഞ്ച് ബോക്സിൽ എന്താ ചോറ് വെച്ച് എന്നൊക്കെ വന്ന് ചോദിക്കും. പിന്നെ വലിയ വലിയ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വന്ന് മിണ്ടും. നേരത്തെ ഇവര് പാട്ട് പാടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഒരു പാട്ട്, ഒരുമിച്ചുള്ള പാട്ട്. അണ്ണാര കണ്ണാ ഓടിവാ, കണ്ണാ തുമ്മി പാടിവാ, കുരവയാ കൂടുമുത്തോളം, തക്കിട തക്കിട അണ്ണാര കണ്ണാ ഓടിവാ, കണ്ണാ തുമ്പി പാടിവാ, കുരവയാ കൂടുമുത്തോളം, തക്കിട തക്കിട. അത്രേ ഉള്ളു. സൂപ്പറായിട്ട്. ഇത് ആരൊക്കെ പഠിപ്പിക്കണേ? രണ്ടുപേരും പാടും. സ്കൂളിലാണ് നമ്മളെ പഠിപ്പിക്കണേ. പിന്നെ വേറെ പാട്ട് സിനിമാറ്റിക് പാടും. സിനിമാറ്റിക്. ആ പഠിക്കാം. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, ഇന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്തു വച്ച രക്ഷകൻ സിംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ, ഭയമേ മാറിപ്പോ നീ എണ്ണം വന്ന കൊമ്പിറ്റുമില്ലേ, ഇരുട്ടിൽ സിറ്റി പാടും രാജാവുക്ക് എല്ലാരും ചൊല്ലി, ഇവനെ തൊഴുവാന എന്നും ജനത്തിരക്കേ, കാലം അടുത്ത് വെച്ച സോക്ക് പോരും അണ്ടർ വേൾഡ് ഇല്ലുമിനാട്ടി, ഇല്ലുമിനാട്ടി, അണ്ണൻ തനി നാടൻ ഗുണമെല്ലുമിനാട്ടി, ഇല്ലുമിനാട്ടി, ഇല്ലുമിനാട്ടി, അണ്ണൻ തനി നാടൻ ഗുണമെല്ലുമിനാട്ടി. ഈ പാട്ട് നൃത്തത്തില്ല, അങ്ങ് പാടിക്കൊണ്ടിരിക്കാതെ ഫുൾ പരിപാടി. ഇക്കൂട്ടത്തിൽ ആരും നന്നായിട്ട് ഡാൻസ് കളിക്കാം? അമ്മയാണ് ഏറ്റവും കൂടുതൽ ഡാൻസ് കളിക്കാം. പക്ഷെ അത്തായും കളിക്കൂ. പണ്ട് അത്ത വലിയ അത്ത മാക്സിമം ട്രൈ ചെയ്യാൻ ചില ദിവസങ്ങളിൽ രാത്രി പൊന്നൂസ് പാട്ട് വെച്ചിട്ട് അത്തായെ ഞാൻ പഠിപ്പിക്കാൻ, അണ്ണനെ പഠിപ്പിക്കാൻ, തലതല്ലി ചിരിക്കും. 2-3 പഠിപ്പിച്ചായിരുന്നു. ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? ഞാൻ പണ്ടത്തെ ഡാൻസ് മാസ്റ്ററാണ്. എങ്ങനത്തെ ഡാൻസാ? ക്ലാസിക്കൽ? ക്ലാസിക്. അതായത് ഞാൻ ക്ലാസിക്കല്ല, മറ്റേ സിനിമാറ്റിക് ഡാൻസ്. മമ്മൂട്ടിയുടെ പാട്ട് ഇതായിരിക്കും. അതാവുമ്പോ വലിയ സ്റ്റെപ്പുകൾ കാണത്തില്ല, സിമ്പിൾ സ്റ്റെപ്പ്. 3, 2, 1 സ്റ്റാർട്ട്. ദിലി ദിലി സലാം സലാം ദിൻ മുഹമ്മദ് സലാം സലാം, യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്, ദിലി ദിലി ജാസിം ജാസിം അൻ മുബാറക് സലാം സലാം, യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്. ഇത് പൊന്നുന്റെ ഡാൻസാ. അവൾ അതാ കളിക്കുന്നേ. മോനൂട്ടി ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ സലാം പറ. അറബിയായിരുന്നു, അതുകൊണ്ടാ പറയുന്നത്.